നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, എന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമുക്ക് ശാന്തമായിരിക്കാം. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയങ്ങളിൽ ഈ ദേശത്ത് കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിൻ്റെ ദൈവം തന്ന നല്ല ഭാഗ്യവതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്നലെ പകൽക്കാലം രാഷ്ട്രം ഒന്നടങ്കം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ 2025 വർഷങ്ങൾക്ക് മുൻപ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാനിടയായി. ആകയാൽ സ്വതന്ത്രരായി നിന്നുകൊണ്ട് കർത്താവിനെ പാടി ആരാധിക്കുവാൻ ദൈവ ഈ ഭൂമിയിൽ തന്ന നല്ല സാവകാശങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. ദൈവീയ സാന്നിധ്യം ഇന്ന് സന്ധ്യയിൽ നാം അനുഭവിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനമൊക്കെ ദൈവം നമ്മെ പരിപാലിച്ചതിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് ആയുസ് തന്നതിനായി നന്ദി പറയാം, ആരോഗ്യം തന്നതിനായി നന്ദി പറയാം, ബലം തന്നതിനായി നന്ദി പറയാം. നമ്മൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നമ്മെ സ്നേഹിച്ച ദൈവം ഇന്ന് സന്ധ്യയിൽ നമ്മെ ഒരു പ്രാവശ്യം കൂടി സ്നേഹിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് സന്ധ്യയിൽ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ, ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും വേഗം വരുന്നായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അർപ്പിക്കുന്നു. നാമെല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ നമുക്ക് ആഴമായി ഒന്ന് ചിന്തിക്കാം. അനേകർക്ക് നഷ്ടപ്പെട്ട സ്നേഹം, ഒരു സ്നേഹത്തിന് വേണ്ടി, ഒരു കരുതലിന് വേണ്ടി ദാഹിക്കുന്ന എത്രയോ പേർ ഈ ഭൂമുഖത്തുണ്ട്. ആത്മഹത്യയിൽ പെരുകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവിക സ്നേഹം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചാലും, നമ്മുടെ അപ്പൻ, അമ്മ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ ഏവരും നമ്മെ കൈവിട്ടാലും ഒരു തരി പോലും സ്നേഹം കുറയാത്ത തമ്പുരാൻ ഇന്ന് സന്ധ്യയിൽ നമ്മുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. ആ ദൈവിക സ്നേഹത്തെ ഓർപ്പിക്കുന്ന ഒരു മനോഹര ഗാനം നമുക്ക് ആലപിക്കാം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും
എന്നുയിരേ കാളരികിൽ നീ എന്നും എന്നും വേണം. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ ആശ്വസിപ്പിച്ച് ഇന്നയോളം നടത്തി ഭാരങ്ങളേറി വന്ന നിമിഷങ്ങളിൽ കരകാണാതെ കവിഞ്ഞൊഴുകുന്ന നദി പോലെ പ്രശ്നത്തിന്മേൽ പ്രശ്നം നമ്മുടെ ജീവിതത്തെ അലട്ടിയപ്പോൾ ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അമ്മാറോട് ചേർത്ത് നമ്മെ ചേർത്ത് നിർത്തിയ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം വലുതാണ്. ഇന്ന് സന്ധ്യയെങ്കിൽ ഇനി ആരെങ്കിലും ഭാരത്തോടെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു, നമ്മെ ആരെല്ലാം ഉപേക്ഷിച്ചാലും മഹാന്മാരെല്ലാം കൈവിട്ടാലും ആരെല്ലാം കൈവെടിഞ്ഞാലും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ആരെല്ലാം നിന്നെ നിന്ദിയായി പുറന്തള്ളിയാലും അക്കാൽവരി സ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങളേവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ദൈവിക സ്നേഹത്തിന് മുൻപിൽ ഒന്നുമില്ല, ഏതുമില്ല, സമ്പൂർണമായി സമർപ്പിക്കുക. മനം കലങ്ങിയവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് സന്ധ്യയിൽ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആരും മൗനമായിരിക്കുവാനല്ല, ഇന്ന് സന്ധ്യയിൽ നാം ദൈവത്തിന്റെ സ്നേഹം അക്കാൽവരി ക്രൂശിലേക്ക് ഒന്ന് നോക്കുക. ഹല്ലേലൂയ. എൻ പ്രേമ ഗീതമാ എന്നെ സുപ്രാധനേ എൻ ജീവനേ കാണും നീ വലിയതാണെനിക്ക് എൻ ജീവനേ
തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവിക സ്നേഹം രുചിച്ചറിയുവാനിടയായി. സങ്കടങ്ങളേറി വന്നപ്പോൾ, എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ ആ മാർവ് എനിക്ക് കാണിച്ചു തന്നു. നീ എൻ്റെ മാർവിൽ ചാരിക്കൊള്ളുക. ഒരു തരി പോലും കുറയില്ല എന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ പാടി ആരാധിക്കാം. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ. എന്നേശുവിനായി ജീവിക്കും എത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ. എന്നേശുവിനായി ജീവിക്കും എത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നുമെൻ വർദ്ധിച്ചിടുന്നേ. ആശ തന്നോടെന്നുമെൻ വർദ്ധിച്ചിടുന്നേ. ആശ തന്റെ കൂടെ വാൾ കാക്ഷിച്ചിടുന്നേ. ആശ തന്റെ കൂടെ വാൾ കാക്ഷിച്ചിടുന്നേ. എന്റെ യേശുവോട് ചേർന്നിരിപ്പത് എത്ര മുതമേ. എന്നേശുവിനായി ജീവിക്കും എത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പ എത്ര മോദമേ. എന്നേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ. അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ. അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ. അന്നു തന്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ. എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം. എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മുക്തമേ. യേശുവിനാൽ ജീവിക്കും എത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മുക്തമേ. യേശുവിനാൽ ജീവിക്കും എത്ര ഭാഗ്യമേ. നീ
എണ്ണു പറ്റിയ നീടുന്ന ജീവിതം കരുണ തോന്നണേ അലിവ് തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ കരുണ തോന്നണേ അലിവ് തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ പൂർവപാപത്താൽ ശാപം ഏറിടുന്നു ഞാൻ രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു പൂർവപാപത്തിൻ ശാപം ഏറിടുന്നു ഞാൻ രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും ദൈവത്തിൻ ആത്മാവ് എൻജീനിൽ വീര്യമായി പാപമെന്നെ പാതാള വഴിയിലെത്തിക്കും കരുണ തോന്നണേ എന്നിൽ അലിവ് തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ കരുണ തോന്നണേ എന്നിൽ അലിവ് തോന്നണേ പാപിയാണു ഞാൻ നിന്നെ പാപിയാണു ഞാൻ എഴുന്നള്ളിടുവാൻ മടിച്ചിടല്ല ദൈവമേ സ്നേഹവും കരുണയും കൊടുക്കണേ നാഥ എഴുന്നള്ളിടുവാൻ മടിച്ചിടല്ല ദൈവമേ സ്നേഹവും കരുണയും കൊടുക്കണേ നാഥ പത്തിരട്ടി സ്നേഹവുമായി തിരിച്ചു വന്നിടണേ തിരിച്ചു വന്നേ പത്തിരട്ടി സ്നേഹവുമായി തിരിച്ചു വന്നിടുവാൻ വീണ്ടുമെന്നെ വരിക്കലേ നീ വിരിച്ച ചിറകുകളിൽ കരുണയേകണേ നാഥ അലിവ് തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ കരുണയേകണേ എന്നിൽ അലിവ് തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ
ഉദ്യോഗത്താൻ്റെ വിട്ടു പിന്നെ വേദവായനയ്ക്കായി എഴുതുന്ന സൗകര്യമായിരിക്കും. ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാൾ ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ. എൻ്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയുമുള്ളവന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ വായ നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു. എൻ്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്തുടർന്ന് പിടിപ്പീൻ, വിടുവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ. എൻ്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. എൻ്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്ന കൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും. ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എൻ്റെ വായ ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവർത്തികളോടുകൂടെ വരും. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവർത്തികളെ അറിയിച്ചിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ? അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എൻ്റെ ദൈവമേ, ഞാൻ വീണ കൊണ്ടും നിന്നെയും നിന്റെ വിശ്വസ്തയെയും സ്തുതിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അതിരങ്ങളും എന്നെ വീണ്ടെടുത്ത പ്രാണനും ഘോഷിച്ചുല്ലസിക്കും. എൻ്റെ നാവ് ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എന്നാൽ അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. ദൈവമേ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. ഇന്ന് സന്ധ്യയെങ്കിൽ നാം എല്ലാവരും ഒരുമിച്ചായിരിക്കുമ്പോൾ ആരും മൗനമായിരിക്കാൻ പാടില്ല. കാരണം സംസാരിക്കാൻ നമുക്ക് ശബ്ദം തന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമുക്ക് തരുന്ന ഓരോ നിമിഷങ്ങളിലും ഓരോ സെക്കൻഡും സൗജന്യമായിട്ടാണ് തന്നിരിക്കുന്നത്. നാം വില കൊടുത്താൽ പോലും കിട്ടാത്ത, അല്ലെങ്കിൽ നമുക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി കൊടുത്താലും, നാം ഈ ലോകം മുഴുവൻ വിറ്റുപെറുക്കി കൊടുത്താലും ലഭിക്കപ്പെടാത്ത ഒരായുസ്സും ഒരു ജീവനും ഒരു ജീവന്റെ തുടിപ്പ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ
നാം ആരും മൗനമായിരിക്കാൻ പാടില്ല. ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. എത്ര വില കൊടുത്താൽ ഒരുവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, എൻ്റെ പേരൻസ് മരിച്ചുപോയി, ഞാൻ മുഴുവൻ എൻ്റെ വസ്തുവകൾ മുഴുവൻ വിറ്റ് കൊടുത്താലും എനിക്ക് അവരെ തിരികെ പിടിക്കാൻ പറ്റില്ല. അത്രയും സ്നേഹം ദൈവം നമുക്ക് തന്നു. അതുകൊണ്ട് ആരും മൗനമായിരിക്കാൻ പാടില്ല. ദൈവവചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസം എന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസം എന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. ഇത്ര സൗഭാഗ്യം ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസം എന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കും. ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മേവർക്കും സുപരിചിതമായ ഒരു തിരുവചനമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിക്കുവാൻ ഇടയായി തീർന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്താ ചെയ്യേണ്ടത്? ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരു പിതാവ് തന്റെ സൃഷ്ടി നഷ്ടപ്പെടുന്നുവെന്ന് കണ്ടപ്പോൾ ആ സൃഷ്ടിയോടുള്ള ദൈവത്തിന്റെ അമിതമായ സ്നേഹം എങ്ങനെ വീണ്ടെടുക്കണം, എന്റെ സൃഷ്ടി നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ഒരു നാളും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയൊന്ന് വീണ്ടെടുക്കണം, ഇതിന് എന്താണ് ഒരു പരിഹാരം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ തന്റെ ഏകജാതനായ പുത്രനെ നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ നേടുവാൻ, തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തരുവാൻ സ്വർഗത്തിലെ പിതാവ് കരുണ കാണിച്ചു. അപ്പന് ഇഷ്ടമുള്ള മക്കളെ ദൈവം ഒരുപാട് ശിക്ഷിക്കും. അപ്പന്റെ സന്നിധിയിലായിരിക്കുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും. എന്നാൽ ചില സമയങ്ങളിൽ അപ്പൻ നമ്മളെ മാറ്റി നിർത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? നാം നഷ്ടപ്പെട്ടു പോകുവാനല്ല, ദൈവത്തോടുള്ള ഒന്നുകൂടി ഒരു പടി കൂടി അടുക്കുവാനാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പഴയ നിയമ കാലഘട്ടത്തിലേക്ക് കടന്നു പോകും. പഴയ നിയമ പുസ്തകത്തിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു കഥാപാത്രമാണ് യോസഫ്. യാക്കോബിന്റെ 12 മക്കളിൽ യാക്കോബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രനായിരുന്നു യോസഫ്.
യോസേഫ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വർദ്ധിപ്പിക്കട്ടെ, വർദ്ധിച്ചു വരുന്നവൻ എന്നൊക്കെയാണ്. അപ്പോൾ തന്റെ പുത്രനെ ഏറ്റവും കൂടുതൽ താൻ സ്നേഹിച്ച, താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റാഹേലിന്റെ ഉദരത്തിൽ പിറന്ന തന്റെ മകനായ യോസഫിനെയാണ് മറ്റു മക്കളെക്കാൾ ഒക്കെ യാക്കോബിന് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അപ്പൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മറ്റു മക്കൾ ഇവനെ വെറുക്കുവാനിടയായി. ഞാൻ പെട്ടെന്ന് വേഗത്തിൽ ഓടിച്ചു പറയാം. താൻ അപ്പന്റെ വാത്സല്യമൊക്കെ വാങ്ങി ജീവിച്ചു വരികെ അപ്പൻ ഇഷ്ടമായതുകൊണ്ട് അപ്പൻ അവനൊരു അങ്കി വാങ്ങിച്ചു കൊടുത്തു, ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തു, തന്റെ പ്രിയപുത്രന് ഒരു ഉടുപ്പ് വാങ്ങി കൊടുക്കുവാനിടയായി. എന്നാൽ അതൊക്കെ നിമിത്തം തന്റെ സഹോദരന്മാർക്ക് അവനോടൊന്നുകൂടി വിരോധം കൂടുവാനിടയായി. ആ നിമിഷങ്ങളിൽ ആടുകളെ മേയ്ക്കുവാനായി അവർ വനാന്തരത്തിലേക്ക് കടന്നുപോയി. ദിവസങ്ങൾ കടന്നുപോയി. തന്റെ സഹോദരന്മാരെ കാണാതെ വന്നപ്പോൾ അപ്പൻ തന്റെ പ്രിയപുത്രനെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. ദൂരവേ അവർ പറഞ്ഞ് സ്വപ്നക്കാരൻ വരുന്നു. അപ്പോൾ അപ്പൻ ഇഷ്ടമുള്ള പുത്രനായതുകൊണ്ടും അവന് ദൈവികമായ കഴിവുകൾ, അതായത് വരുവാനുള്ളതിനെ കുറിച്ചുള്ള ഒരു ആത്മീയ ദർശനം യോസേഫിന് കൊടുത്തത് കൊണ്ടും ഒക്കെ സഹോദരന്മാർ ഇവനെ വെറുക്കുവാനിടയായി. എന്നാൽ ആ വെറുപ്പൊന്നും വകവയ്ക്കാതെ തന്റെ സഹോദരന്മാരെ അന്വേഷിച്ച് അവൻ ദോതാനിലേക്ക് കടന്നു പോകുവാനിടയായി. കടന്നു പോകുന്ന സന്ദർഭത്തിൽ ദൂരവേ യോസേഫ് വരുന്നത് കണ്ടു പറഞ്ഞ് സ്വപ്നക്കാരൻ വരുന്നു. അവന് പേരിട്ടു സ്വപ്നക്കാരൻ. അവനെ അവർ വെറുതെ വിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടാത്തത് ഇവന് കിട്ടുവാൻ പാടില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമതകൾ. അതുകൊണ്ട് തന്നെ അവർ അവനെ ഇല്ലായ്മ ചെയ്യുവാൻ തീരുമാനിച്ചു. ആ ഇല്ലായ്മ ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അവന് ഏറ്റവും അപ്പന്റെ പ്രിയപുത്രനെ പൊട്ടക്കണലിട്ടു. അവിടുന്ന് അവർക്ക് വിദ്യാനി കച്ചവടക്കാർക്ക് വിറ്റു. അത് കഴിഞ്ഞ് പൊത്തിഫോറിന്റെ ഭവനത്തിൽ ചെന്നു. അവിടെയും അവന് വിഷമതകൾ നേരിട്ടു. കാരാഗ്രഹത്തിലെത്തി. അവിടെയും അവനെ ഓർക്കുവാൻ ആരുമില്ല. ഈ പ്രതിസന്ധികളിലൂടെയൊക്കെ യോസേഫ് കടന്നു വന്നപ്പോ യോസേഫ് ഒരിക്കലും വിഷാദിച്ചില്ല, ഞരങ്ങിയില്ല, നെടുവേർപ്പെട്ടില്ല. അവനറിയാം, വാഗ്ദത്തം എന്നിൽ ഉള്ളത് കൊണ്ട് എന്നെ നഷ്ടപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കുകയില്ല. തന്റെ പിതാവിനോട് ചെന്ന് പറഞ്ഞു, നിന്റെ പ്രിയപുത്രനായ യോസേഫ് മരിച്ചു പോയിരിക്കുന്നു. ഒരു പിതാവിന്റെ മാനസിക നിലവാരം, ഒരു അപ്പന്റെ മാനസിക നിലവാരം എന്താണ്? താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തന്റെ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ ആ ഭാരം തന്റെ ഉള്ളിലിരിക്കെ തന്നെ അവനെ പല മേഖലകളിലൂടെ യോസേഫ് കടന്നു പോകുവാൻ ഇടയായി. കാരാഗ്രഹത്തിൽ അകപ്പെട്ടപ്പോഴും അവനെ ആരും ഓർത്തില്ല. കാരാഗ്രഹത്തിൽ 2 സുഹൃത്തുക്കളെ കിട്ടി. അവിടെയും പാനപാത്രവാഹകനും അപ്പക്കാരന്റെ പ്രമാണികളും രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്ത 2 സേവകന്മാരെ കിട്ടി. അവരും കാരാഗ്രഹത്തിൽ കിടന്നു. അവരോടൊപ്പം യോസേഫും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഇവർ 2 പേരും സ്വപ്നം കണ്ടു. ഈ സ്വപ്നം കണ്ടിട്ട് ഇവർ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാതെ അവർ ഭാരപ്പെട്ടപ്പോഴാണ് യോസേഫ് ആ കാരാഗ്രഹത്തിലേക്ക് എത്തിപ്പെടുവാൻ ഇടയായത്. ആ സഹോദരന്മാരോട് തന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ഒരു അപ്പക്കാരന്റെ പ്രമാണി ഉണ്ടായിരുന്നു. അവന്റെ ആ ദർശനം ഇങ്ങനെയാണ്: അപ്പം കുട്ടമേലുണ്ട്, അത് പക്ഷികൾ കൊത്തി. അപ്പൊ അതിന്റെ പൊരുളവൻ തിരിച്ചു കൊടുത്തത്, നീ രാജകൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ നീ ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷയായി നിന്റെ തല നിന്നെ കൊല്ലുവാനിടയാവും. അതായിരുന്നു ഒരുവനോട്. മറ്റവന്റേത് തിരികെ നിന്റെ ശുശ്രൂഷയിലേക്ക് നിന്നെ അവിടെ തന്നെ ഭരമേൽപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് യോസേഫ് പറഞ്ഞു വിടുവാനിടയായി. യോസേഫ് പറഞ്ഞു വിട്ടപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് നന്മ വരുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർക്കണമേ എന്ന്. പക്ഷെ നന്മകളൊക്കെ പ്രാപിച്ചപ്പോൾ പ്രിയ സഹോദരങ്ങളും മിത്രങ്ങളൊക്കെ യോസേഫിനെ മറക്കുവാനിടയായി. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം അവന്മേലുള്ളത് കൊണ്ട് ദൈവം അവനെ മറന്നില്ല. സഹോദരന്മാർ അല്ലെങ്കിൽ തന്റെ സുഹൃത്തുക്കൾ തന്നെ മറന്നുപോയപ്പോൾ മറക്കാത്ത ദൈവം രാജാവിന് ദർശനത്തെ കൊടുത്തു, രാജാവിന് സ്വപ്നത്തെ കൊടുത്തു. രാജാവിന് സ്വപ്നത്തെ കൊടുത്തപ്പോൾ രാജാവിന് ഈ സ്വപ്നം കണ്ടിട്ട് വ്യാഖ്യാനിക്കാൻ ആരുമില്ലാതെ രാവും പകലും ഉറക്കമില്ലാതെ ഉറക്കം നഷ്ടപ്പെട്ടവനായി രാജാവ് കിടന്നപ്പോൾ അപ്പോഴാണ് പാനപാത്രവാഹകൻ ഓർത്ത്, കാരാഗ്രഹത്തിൽ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിരുന്നു, അവനെ വിളിച്ചാൽ രാജാവിന്റെ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞ്
യോസെഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവരുവാനിടയായി. അവന് പുതിയ വസ്ത്രം കൊടുത്തു. അവനെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് രാജാവിന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ ഇടയായി. ഞാൻ ചുരുക്കി പറഞ്ഞത് നേരമില്ലാത്തത് കൊണ്ടാണ്. കാരണം എന്ന് ചോദിച്ചാൽ, നമ്മെ ആര് മറന്നാലും, ആരൊക്കെ നമുക്ക് വാഗ്ദാനം തന്നാലും, ആരൊക്കെ നമ്മെ കൈവിട്ടാലും, ഉന്നതനായ ദൈവം നമ്മെ മറക്കാതെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളുടെ മേൽ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് നശിച്ചു പോകാതെ ദൈവസന്നിധിയിലായിരിക്കാനിടയാകും. അതുപോലെ തന്നെ ദാവീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇശായിയുടെ 8 മക്കൾ ഇളയവനാണ്. സഹോദരന്മാരെല്ലാം നല്ല നിലവാരത്തിലായിരിക്കുന്നു. എന്നാൽ തന്റെ ആടുകളെയും കൊണ്ട് വനാന്തരത്തിലേക്ക് പറഞ്ഞു വിടുവാനിടയായി. അഭിഷേകമുള്ളവൻ എവിടെ ഇരുന്നാലും അവനെ ദൈവം കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പദ്ധതിയുണ്ട്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ, ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, നിനക്ക് കുറ്റമുണ്ട്, കുറവുണ്ട്, നിനക്ക് സൗന്ദര്യമില്ലായ്മ പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയാലും, പരിശുദ്ധനായ ദൈവം നിന്നെ അവിടെ നിന്ന് എടുത്ത് യോഗ്യനാക്കി തീർക്കുന്ന ഒരു ദൈവമാണ്. ഇശായിയുടെ മക്കളിൽ 8ാമത്തെ ആൾ വനാന്തരത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഭിഷേക തൈലവുമായി പ്രവാചകൻ കടന്നു വരികയാണ്. നിനക്ക് ഇത്രയും മക്കളുള്ളോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, ഒരുവനുണ്ട്, അവന് വനാന്തരത്തിലാണ്. അവനെ തേടി പുറപ്പെട്ടു. അവനെ ചെന്ന് അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവായി അവനെ ഉയർത്തുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് സന്ധ്യയിൽ എന്നെ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ, നീ സങ്കടത്തിലാണോ, നീ പ്രയാസത്തിലാണോ, ദൈവമുഖത്തേക്ക് നോക്കുക. നിന്റെ മേലൊരു ദൈവിക പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തം നിന്നിൽ ഉള്ളത് കൊണ്ട് ദൈവം നിന്നെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെയാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഓമന കുമാരനായ പുത്രനെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം ഹല്ലേലൂയ കന്യകമറിയത്തിലൂടെ ഉൽപ്പാദിതനായി നമുക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേൽപ്പെട്ട് ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നാം പരസ്പര സ്നേഹമുള്ളവരായിരിക്കണം. പരസ്പരം സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് സന്ധ്യയെങ്കിലും ഞാൻ ഒരുപാട് മരണ വാർത്തകൾ കേൾക്കൂ. ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്റെ കുടുംബത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ സന്തോഷമില്ല, കുടുംബത്തിൽ സ്നേഹമില്ല, കുടുംബത്തിൽ ഐക്യതയില്ല, കമ്മ്യൂണിറ്റിയിൽ ഐക്യതയില്ല. ഒരുവന് വേണ്ടി ഹല്ലേലൂയ കെണി ചെയ്തുകൊണ്ടിരിക്കുക. എന്തേ? അവന്റെ ഉള്ളിൽ ദൈവസ്നേഹമില്ല. ഈ സമയങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവം തന്ന സ്നേഹം, ജീവനെ കൊടുത്ത് നമുക്ക് തന്ന സ്നേഹം, അവസാനത്തുള്ളിൽ രക്തം വരെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം കാൽവറിയിൽ ഊറ്റി നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ ഓർത്ത് നാം അനുഭവിക്കുന്ന ഈ സ്നേഹവും സന്തോഷവും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം. നാം മുഖാന്തരം ആർക്കൊരു ഭാരമായി തീരരുത്. നാം മുഖാന്തരം ആർക്കൊരു ഇടർച്ചയായി തീരരുത്. ദൈവനാമം ദൂഷിക്കപ്പെടുവാൻ ഇടയാകരുത്. ആശ്വാസമുള്ളവർക്ക്, ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം പകരപ്പെടുവാൻ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കൊന്ന് ഓർക്കുക, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുമ്പോൾ ദൈവം എന്തിനാണ് നമുക്ക് ഈ ലോകത്തിലേക്ക് തന്നത്? നമ്മെ സ്നേഹിക്കുവാൻ, നമ്മുടെ പാപത്തിന് പരിഹാരമായി നമ്മെ നിർത്തിയത് എന്തിനാണ്? ആയുസ് തന്നത് എന്തിനാണ്? ആരോഗ്യം തന്നത് എന്തിനാണ്? ബലം തന്നത് എന്തിനാണ്? കർത്താവിനെ കുറിച്ച് വാഴ്ത്തപ്പാടുവാൻ. ഭൂലോകത്തോളം, ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ എന്റെ സാക്ഷികളാകുകയും ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുവിൻ എന്നൊക്കെ ദൈവത്തിന്റെ തിരുവചനം വ്യക്തമായി പറയുന്നു. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നമുക്കൊന്ന് സമർപ്പിക്കാം. പരസ്പര സ്നേഹമുള്ളവരായിരിക്കാം. നമുക്ക് മറ്റൊന്നും കൊടുത്തു ആരെയും തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല. പരസ്പര സ്നേഹമുള്ളവരായിരിക്കാം, പരസ്പരം ഐക്യതയുള്ളവരായിരിക്കാം. ആകയാൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക. ആ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം ദൈവം നൽകി തരുന്നു. ആകയാൽ ഇന്ന് സന്ധ്യയെങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു. ദൈവിക സന്നിധിയിലേക്ക് നിങ്ങളേവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവസ്നേഹത്തിൽ നമുക്ക് മുന്നേറുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.
സ്തോത്രം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞങ്ങളെ ഓടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ഇന്ന് പകലിന്റെ മണിക്കൂറുകളിലൊക്കെയും അവിടെ നിങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത അത്ഭുത സ്നേഹത്തിനായി ഞങ്ങൾ പിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ അപ്പാ, ഹല്ലേലൂയ കർത്താവേ. അപ്പാ സ്തോത്രം, സ്തോത്രം കർത്താവേ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി ഇതിന്മേലിരിക്കുന്നു. ഹല്ലേലൂയ അപ്പാ സ്തോത്രം. നിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ അപ്പാ, നീ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല പിതാവേ, ഹല്ലേലൂയ. അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ നിറഞ്ഞ സാന്നിധ്യം കർത്താവേ ഞങ്ങളോട് ഈ സമയം അത്രയും സംസാരിച്ചതിന് നന്ദി അപ്പാ. പ്രിയദാസിയുടെ നാവിൽ കൂടി അവിടെ നിങ്ങളോട് ഇടപെട്ടതിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ അപ്പാ, ഹല്ലേലൂയ അപ്പാ സ്തോത്രം. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും നാഥന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. അവരുടെ ആവശ്യങ്ങളോട് കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. ഏതെല്ലാം ഭാരങ്ങളും പ്രയാസങ്ങളും ആകുലങ്ങളുമായ ആണോ ഈ സന്നിധിയിലേക്ക് കടന്നു വന്നതപ്പാ. ഹല്ലേലൂയ. എല്ലാത്തിനും നിന്റെ പാദപീഠത്തിൽ സകല പ്രശ്നത്തിനും പരിഹാരമുള്ളതിനായി ഞങ്ങൾ അപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു അപ്പാ. ഹല്ലേലൂയ അപ്പാ സ്തോത്രം കർത്താവേ. അപ്പാ ഇന്ന് വന്നതുപോലെ ആരും മടങ്ങി പോവാൻ ഇടയാകരുതേ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടവരായി. ഹല്ലേലൂയ അപ്പനെ ഈ ഹൃദയത്തിൽ പേറിക്കൊണ്ട് മടങ്ങി പോവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നീ ആരംഭ സമയം തന്നെ അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയം നിനക്കായി തുറക്കുകയാണപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ ഉള്ളങ്ങൾ തുറക്കുന്നു. ഞങ്ങളെ നിന്റെ ആലയങ്ങളാക്കി എന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ നിന്റെ മന്ദിരങ്ങളാക്കി എന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി നിന്റെ വചനം ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തിരുവചനത്തിൽ കൂടി അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. അപ്പൊ ഈ സമയം അത്രയും തിരുവചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. ഹല്ലേലൂയ. തുടർന്നുള്ള സമയവും നാഥന്റെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ സ്തോത്രം അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ രോഗികളായിരിക്കുന്നവരെ അവിടെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. നിന്റെ അണിപ്പാടുള്ള കരം ഇപ്പോൾ ഇറങ്ങി വരണമേ. സൗഖ്യമാകുന്ന കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. സൗഖ്യമാകുന്നതിന്റെ ദൂതനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യണപ്പാ. ഹല്ലേലൂയ. രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശമാകിയാൽ നന്ദി അപ്പാ. ഹല്ലേലൂയ. സൗഖ്യം ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. അപ്പൊ ഇന്നോളം ഞങ്ങൾ വഴി നടത്തിയ നന്ദി കർത്താവേ. തുടർന്നും നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്റെ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ മറച്ചിരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളോട് നീ ചന്തമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തിരുവചനം ഞങ്ങൾക്ക് വിഭാഗിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. മടികൾക്കായി ജീവൻ വെച്ച് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമീൻ. സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ. നദി പോലെ എന്നിൽ ഒഴുകണമേ. അത് മുട്ടോളം മരയോളം എന്നിൽ കവിയണമേ. അത് മുട്ടോളം മരയോളം എന്നിൽ കവിയണമേ. നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, സാന്നിധ്യമേ. എന്നും കൂടെ ഇരിപ്പാൻ എൻ്റെ ഉള്ളിൽ വന്നവനെ, തൻ്റെ ജ്ഞാനം നൽകാൻ എന്നിൽ വന്നു വസിച്ചവനെ. എന്നും കൂടെ ഇരിപ്പാൻ എൻ്റെ ഉള്ളിൽ വന്നവനെ, തൻ്റെ ജ്ഞാനം നൽകാൻ എന്നിൽ വന്നു വസിച്ചവനെ. സമാധാനം നൽകി
ആശ്വാസം നൽകി എന്നെ ബലപ്പെടുത്തുന്ന നല്ല നാഥ, സമാധാനം നൽകി ആശ്വാസം നൽകി എന്നെ ബലപ്പെടുത്തുന്ന നല്ല നാഥ, സാന്നിധ്യമേ ഓഹോ സാന്നിധ്യമേ, തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ, തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ, നദി പോലെ എന്നിൽ ഒഴുകണമേ, നദി പോലെ എന്നിൽ ഒഴുകണമേ, അത് മുട്ടോളം മറയോളം എന്നിൽ കവിയണമേ, അത് മുട്ടോളം മറയോളം എന്നിൽ കവിയണമേ, നീന്തിട്ടല്ലാതെ കാടപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാവുന്നു. സ്വർഗരാജ്യം, ഹെവൻ ഈസ് റിയൽ, ഹെവൻ ഈസ് സോ റിയൽ. അതെ, സ്വർഗരാജ്യം നമുക്ക് ഒരു യഥാർത്ഥ്യമാണ് എന്ന് നാം ഈ നാളുകളിൽ അനുഭവിക്കുകയായിരുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എന്നതിനെ കുറിച്ചാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യം. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Then Jesus came to them and said, all authority in heaven and on earth has been given to me. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം തന്റെ ശിഷ്യന്മാരെ ഒരു മലയിലേക്ക് പറഞ്ഞയക്കുകയാണ്. 16-ാം വാക്യം മുതൽ വീണ്ടും വായിച്ചു കേൾക്കാം. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അതെ, നാം വായിച്ചു കേട്ടത് 11 ശിഷ്യന്മാരെ ഗലീലയിൽ യേശുവിനോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് അവർ പോയി. യേശുവിന്റെ മരണവാർത്ത അറിഞ്ഞു, യേശുവിന്റെ കബറടക്കം ഇതെല്ലാം അവർ കേട്ടു. അതിനുശേഷം അവർ പോവുകയാണ് മലയിലേക്ക്, യേശു പറഞ്ഞിരുന്ന മലയിലേക്ക് പോയി. എന്നാൽ 3-ാമത്തെ ദിവസം കല്ലറകളെ തട്ടി തകർത്ത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് തന്റെ അരുമ ശിഷ്യന്മാരുടെ അരികിലേക്ക് അവൻ നടന്നു ചെല്ലുകയാണ്. അപ്പോൾ അവർ ചിലർ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്, എന്നാൽ ചിലർ സംശയിച്ചു ഇത് യേശു തന്നെയാണോ എന്ന്. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, യേശു അടുത്ത് ചെന്ന് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഏത് ജാതി എടുത്താലും ഏത് ജാതിയിലും സമുദായത്തിലുള്ള അനേകം ദൈവങ്ങളുണ്ട് എന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള ഒരേ ഒരാളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നാം ഏതൊരു ദൈവങ്ങളുടെ അരികിലേക്ക് ചെന്നാലും അവർ എന്തു പറയും? പ്രിയപ്പെട്ടവരെ,
നമുക്കൊരു സമാധാനം തരുന്ന ദൈവം ഏതുണ്ട് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ കല്ലറകളെ തട്ടി തകർത്ത് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു തന്റെ ശിഷ്യന്മാർക്ക് തന്റെ അധികാരം ഫലമേൽപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ യേശു പറഞ്ഞിരിക്കുന്നത്? സകല ജാതികളെയും യേശുവിന്റെ ശിഷ്യരാക്കിക്കൊള്ളുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ജാതിയും മതവും ഒന്നും ഇല്ലാതെ അനേകം ദൈവമക്കൾ ഇന്ന് ഈ ഇന്ത്യയുടെ മഹാരാജ്യത്തും ഈ ലോകത്തെല്ലാം ഭൂലോകത്തൊക്കെയും പോയി അവർ സുവിശേഷം അറിയിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അധികാരമാണ് പ്രിയപ്പെട്ടവരെ അവരെ നാം ഓടിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരം. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ആര് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത്രയും വലിയൊരു വാഗ്ദത്തം? ഞാനോ ലോക അവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ലോകം അവസാനിക്കുന്നത് വരെയും യേശു നമ്മോട് കൂടെ ഉണ്ട് എന്ന്? എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ലോകം അവസാനിക്കുന്നത് വരെയും നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്ന്? ഹല്ലേലൂയ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഇത് എന്റെ വാക്കുകളല്ല പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാവിൽ നിന്ന് വന്ന വചനമാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനം നിങ്ങളെ തൊടട്ടെ. ഹല്ലേലൂയ. ആ വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി നിങ്ങൾ സന്ദർശിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഇതിൽ കൂടുതൽ എന്ത് പ്രത്യാശയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടത്? ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഏത് നേതാവിന് പറയാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുവാൻ ആരെ കൊണ്ട് കഴിയും പ്രിയപ്പെട്ടവരെ? അത് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന്. ഹല്ലേലൂയ. അതാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും. ഹല്ലേലൂയ. അടുത്തായി നമുക്ക് വായിച്ചു കേൾക്കാം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. എന്താണ് നാം വായിച്ചു കേട്ടത്? യിരെമ്യാ പ്രവാചകനോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന്. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നാം ഈ നാളുകളിൽ ചിന്തിക്കുന്നത്. എന്താണ് ഇവിടെ സ്വർഗത്തിലെ ദൈവം യിരെമ്യാവിനോട് പറയുന്നത്? നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ. സ്വർഗത്തിലെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ എത്ര പേർക്ക് കൊതിയുണ്ട് പ്രിയപ്പെട്ടവരെ? വിളിച്ചപേക്ഷിച്ചാൽ അവൻ ഉത്തരമരുളും. ഹല്ലേലൂയ. നീ അറിയാത്തതായ ചില മഹത്തായ കാര്യങ്ങൾ, അഗോചരവുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വർഗീയ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. Call to me and I will answer you and tell you great and unsearchable things you do not know. അതെ, നാം അറിയാത്തതായ മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന്. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പനെ വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ഫോൺ നമ്പർ എന്താണ് പ്രിയപ്പെട്ടവരെ? ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യമാണ് സ്വർഗത്തിലെ ഫോൺ നമ്പർ പ്രിയപ്പെട്ടവരെ. നാം ഏതെങ്കിലും നമ്പർ ഡയൽ ചെയ്താൽ നമുക്കറിയാം ആ ആൾക്ക് കിട്ടും. എന്നാൽ 33-ന്റെ 3 333 എന്ന് പറയാൻ വേണമെങ്കിൽ ഈ 333 ഡയൽ ചെയ്യൂ പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാം, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളുമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്കൊന്ന് പറയാമോ പ്രിയപ്പെട്ടവരെ? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളുമെന്ന്. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കുമെന്ന്. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പനെ അപ്പ എന്ന് വിളിച്ച്, ഹല്ലേലൂയ, അപ്പനെ അപ്പ എന്ന് വിളിച്ച് നിന്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഉത്തരമരുളുന്നവനായ ഒരു സ്വർഗത്തിലെ അപ്പനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വായിച്ചു കേൾക്കാം സങ്കീർത്തനങ്ങൾ 27-ാം സങ്കീർത്തനം 14-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക എന്ന്. സ്വർഗത്തിലെ അപ്പനിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക.
നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. നിനക്ക് ഇന്ന് ഭീതി ഉണ്ടോ, ഭയമുണ്ടോ പ്രിയപ്പെട്ടവരെ, എങ്കിൽ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, സ്വർഗത്തിലെ അപ്പനിൽ പ്രത്യാശ വയ്ക്കുക, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. അപ്പനിൽ പ്രത്യാശ വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ അപ്പനിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഓ, എന്താണ് നാം വായിച്ചത്? വെയിറ്റ് ഫോർ ദ ലോർഡ്, ബി സ്ട്രോങ് ആൻഡ് ടേക്ക് ഹാർട്ട് ആൻഡ് വെയിറ്റ് ഫോർ ദ ലോർഡ്. അതെ, സ്വർഗത്തിലെ അപ്പന് വേണ്ടി കാത്തിരിക്കുന്നതിന്റെ ഒരു സുഖം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പേർ കർത്താവിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്? ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പൻ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി എത്ര പേര് കാത്തിരുന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ യാമങ്ങളിൽ? ഹല്ലേലൂയ. അപ്പാ, നീ എന്നോടൊന്ന് സംസാരിക്കണമേ, നീ എന്നോടൊന്ന് ഇടപെടണമേ എന്ന് പറഞ്ഞ് എത്ര പേർ കാത്തിരുന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് കാത്തിരിക്കാം പ്രിയപ്പെട്ടവരെ. കാത്തിരിപ്പിന്റെ സുഖമൊന്നും വേറെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ടവരെ കാത്തിരിപ്പ്? നാം ചില സമയങ്ങളിൽ നമ്മുടെ വിദേശത്തുള്ളവരെ യാത്ര അയക്കാൻ വേണ്ടി നാം എവിടെ പോവാറുണ്ട്? എയർപോർട്ടിൽ പോവാറുണ്ട്. അവിടെ 2 വാക്ക് നാം കേൾക്കാറുണ്ട്. എന്താണ്? ഒന്ന് അറൈവലും, 2 ഡിപ്പാർച്ചറും. എന്താണ് പ്രിയപ്പെട്ടവരെ അറൈവല്? അവർ പോവുകയാണ്, ആ പോയവരും മടങ്ങി വരും, നാം കാത്തിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അതുപോലൊരു കാത്തിരിപ്പാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ യേശുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇവിടെ നിന്ന് യേശു എങ്ങോട്ടേക്ക് പോയി പ്രിയപ്പെട്ടവരെ? സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു. ആ പിതാവാം ദൈവത്തിന്റെ അരികിലേക്ക് യേശു കടന്നു പോയിരിക്കുന്നു. യേശു പോയപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ സ്വന്തത്തിലുള്ള ആരെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയാൽ നാം കാത്തിരിക്കും, ഇല്ലേ പ്രിയപ്പെട്ടവരെ? ആശയോടെ കാത്തിരിക്കും. ഹല്ലേലൂയ. അവൻ വരാമെന്ന് പറഞ്ഞെങ്കിൽ അവൻ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പാ, അതുകൊണ്ട് കാത്തിരിപ്പിന്റെ സുഖം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കാം, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഇംഗ്ലീഷിൽ എന്താണ്? വെയിറ്റ് ഫോർ ദ ലോർഡ്. വെയിറ്റ് ചെയ്യുക. ഹല്ലേലൂയ. അതെ, അവന് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ കാത്തിരിക്കാമെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർക്കായി തന്റെ പ്രിയൻ വരും. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് വായിച്ചു കേൾക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുകയില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ അപ്പൻ വലിയൊരു വാഗ്ദത്തം പറയുകയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ എന്ന്. അതേ, സ്വർഗത്തിലെ യേശുവിന്റെ സ്നേഹിതന്മാരാവുകയാണ് പ്രിയപ്പെട്ടവരെ. നാം ദാസൻ യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് പറയുന്നില്ല. അതേ, യേശു നമ്മുടെ ദാസന്മാരുടെ ഗണത്തിലല്ല പ്രിയപ്പെട്ടവരെ പെടുത്തുന്നത്. നമ്മുടെ സ്നേഹിതന്മാരാക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. സ്നേഹിതനാണെങ്കിൽ, യേശുവിന്റെ സ്നേഹിതനാണെങ്കിൽ, യേശു വസിക്കുന്ന ആ രാജ്യത്ത് നമുക്കും വസിക്കുവാൻ സാധിക്കും. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതേ, യേശു തന്റെ പരസ്യ ശുശ്രൂഷയിൽ പിതാവിനോട് കേട്ടതെല്ലാം നമ്മളോട് അറിയിച്ചു. ഹല്ലേലൂയ. അത് ഈ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കും വിലപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. ഇതിലെ വാക്കുകൾ മനുഷ്യർ സംസാരിച്ചതല്ല, യേശുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. പിതാവിന്റെ വാക്കുകൾ ഈ പുസ്തകത്തിലുണ്ട്, പുത്രനായ ദൈവത്തിന്റെ വാക്കുകൾ ഈ പുസ്തകത്തിലുണ്ട്, പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ ഈ പുസ്തകത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇതിന്റെ വാക്കിന്റെ ശക്തി എന്തെന്ന് നമുക്ക് അനുഭവിച്ചറിയാം പ്രിയപ്പെട്ടവരെ. You are my friends if you do what I command. I no longer call you servants, because a servant does not know his master's business. Instead, I have called you friends, for everything that I learned from my Father I have made known to you. Ade, ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതേ, സ്വർഗത്തിലെ അപ്പന്റെ സ്നേഹിതന്മാരായി തീരുക പ്രിയപ്പെട്ടവരെ. ഓ, ഈ ഭൂമിയിൽ നമുക്ക് ആയുസ്സുള്ള കാലത്ത് സ്വർഗത്തിലെ അപ്പനെ നാം സ്നേഹിക്കുക. ഹല്ലേലൂയ. അവന്റെ സ്നേഹിതന്മാരാവാൻ അവൻ വിളിക്കുകയാണ്. യേശുവിന്റെ സ്നേഹിതനാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. മറ്റൊന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ. അവന്റെ അരികിലേക്ക് ഓടി അണയുക, അവന് വേണ്ടി കാത്തിരിക്കുക പ്രിയപ്പെട്ടവരെ. കാത്തിരിപ്പിന്റെ സുഖം. ഹല്ലേലൂയ. നാം കേട്ടല്ലോ പ്രിയപ്പെട്ടവരെ.
യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് മുതൽ നാം കാത്തിരിക്കുക, സ്വർഗത്തിലെ അപ്പന്റെ സ്നേഹിതനായി കാത്തിരിക്കുക. ഹല്ലേലൂയ. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ നമ്മുടെ യേശുവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാം അവന്റെ പാദപീഠത്തിങ്കിൽ. അവനോട് എണ്ണി എണ്ണി നമുക്ക് പറയാം. ഒരു സ്നേഹിതനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് പോലെ നമ്മുടെ യേശുവിനോട് നമ്മുടെ ഓരോ കാര്യങ്ങളും തൊട്ട് തൊട്ട് പറയാം പ്രിയപ്പെട്ടവരെ. അവന്റെ കരങ്ങൾ കൂടുതലായി പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. അവന്റെ കരങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അടുത്തതായി നമുക്ക് വീണ്ടും ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം എന്താണ് നാം വായിക്കുന്നത്? 2-ാം അധ്യായം 2-ാം വാക്യം ആദ്യം വായിച്ചു കേൾപ്പിക്കാം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഹല്ലേലൂയ. എന്താണ് വായിച്ചു കേട്ടത്? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ഹല്ലേലൂയ. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഹല്ലേലൂയ. ഈ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് വീണ്ടും കടന്നു ചെല്ലാം. Suddenly a sound like the blowing of a violent wind came from heaven and filled the whole house where they were sitting. അവർ ഇരുന്നിരുന്ന വീട്ടിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു കാറ്റടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നൊരു കാറ്റടിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് കൊതിയുണ്ട് ആ സ്വർഗത്തിൽ നിന്ന്, ഹെവനിൽ നിന്ന്? ഹല്ലേലൂയ. ഓ, സഡൻലി എ സൗണ്ട് ലൈക്ക് ദ ബ്ലോവിംഗ് ഓഫ് എ വയലന്റ് വിൻഡ്. ഹല്ലേലൂയ. ഒരു വയലന്റ് വിൻഡ് അടിക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ഫ്രം ഹെവൻ ആൻഡ് filled the whole house where they were sitting. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പാ, ഞങ്ങൾക്കൊരു കൊതിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിൽ നിന്ന് ആ കാറ്റടിക്കണം, ആ കൊടുങ്കാറ്റിന് അടിക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ അപ്പാ നിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ആത്മാവും സമർപ്പിക്കുകയാണ് അപ്പാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പാ. സ്വർഗത്തിൽ നിന്ന് ആ കാറ്റിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വായിച്ചു കേൾക്കാം. 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ അങ്കണത്തിൽ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ കാൽവരി തറവാടിന്റെ അങ്കണത്തിൽ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിലെ അപ്പാ, ഹല്ലേലൂയ, ഞങ്ങൾ നിന്റെ തിരുരക്തത്താൽ ഒന്ന് കഴുകണം. ഹല്ലേലൂയ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ പൊരുതി ആവസിക്കണമെങ്കിൽ, പറന്നിറങ്ങണമെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ ഒന്ന് കഴുകപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ നിന്റെ രക്തത്താൽ ഞങ്ങൾ ഈ സമയം ഒന്ന് കഴുകുകയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, കുടിയ കാറ്റടിക്കണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കുടിയ കാറ്റടിക്കണമേ, ആത്മാ മന്ദമാരുതനെ ദാസർ മധ്യത്തിൽ, കുടിയ കാറ്റടിക്കണമേ. വാഗ്ദത്തം യൂദർക്കു മാത്രമല്ല, കർത്തൻ വാക്കുപാലിപ്പവകേകും ദയാലും. ഓമനപ്പേർ ചൊല്ലിച്ചാരത്തണയ്ക്കും ദൂരസ്ഥർക്കും നൽകും നിന്നാത്മദാനം. കുടിയ കാറ്റടിക്കണമേ, ആത്മാ മന്ദമാരുതനെ ദാസർ മധ്യത്തിൽ, കുടിയ കാറ്റടിക്കണമേ. ചേർത്ത് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. വഴുതിക്കാറ്റേ നല്ല തെന്നിക്കാറ്റേ പ്രിയൻ, തോട്ടത്തിൽ നിൽക്കുന്ന നാടുതലകളിന്മേ. വഴുതിക്കാറ്റേ നല്ല തെന്നിക്കാറ്റേ പ്രിയൻ, തോട്ടത്തിൽ നിൽക്കുന്ന നാടുതലകളിന്മേ. നൽസുഖം തന്നേശു നേരം വരെയും ഊതുക നിൻ പ്രിയ
മക്കൾമേലിന്ന് കുടിയ കാറ്റടിക്കണമേ ആത്മാ മന്ദമാരുതനെ ദാസർ മധ്യത്തിൽ കുടിയ കാറ്റടിക്കണമേ ഏറ്റം ബലമുള്ളവൻ മരമാകിലും കൂറ്റൻ പേരും കാറ്റ് ആടിക്കണമേ ഇപ്പോൾ ഏറ്റം ബലമുള്ളവൻ മരമാകിലും കൂറ്റൻ പേരും കാറ്റ് ആടിക്കണമേ ഇപ്പോൾ ഇലകളും ചില്ലിക്കൊമ്പാകിലവും താഴ്ത്തടി ആടിച്ചുലച്ചു കുലുങ്ങിയുലയുവാൻ കുടിയ കാറ്റടിക്കണമേ ആത്മാ മന്ദമാരുതനെ ദാസർ മധ്യത്തിൽ കുടിയ കാറ്റടിക്കണമേ നാലുപാടും ചുറ്റിയാടിക്കണമേ ഇപ്പോൾ ഉന്നത ഭാവങ്ങൾ നിലം പരിശാകാൻ നാലുപാടും ചുറ്റിയാടിക്കണമേ ഇപ്പോൾ ഉന്നത ഭാവങ്ങൾ നിലം പരിശാകാൻ ശക്തിയോടടിക്കുക ദൈവത്തിൻ കാറ്റേ ഊതുക നിൻ പ്രിയ മക്കൾ മേലിന്ന് ശക്തിയോടടിക്കുക ദൈവത്തിൻ കാറ്റേ ഊതുക നിൻ പ്രിയ മക്കൾ മേലിന്ന് കുടിയ കാറ്റടിക്കണമേ ആത്മാ മന്ദമാരുതനെ ദാസർ മധ്യത്തിൽ കുടിയ കാറ്റടിക്കണമേ. അതെ പ്രിയപ്പെട്ടവരെ, അന്ന് പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അവർ കൂടിയിരുന്ന ആ മാളികയിൽ അടിച്ചതായ സ്വർഗീയ കാറ്റ്, ഹല്ലേലൂയ. ആ കൊടുങ്കാറ്റിന് വേണ്ടി ഞങ്ങൾ അപ്പനോട് പ്രാർത്ഥിക്കുകയാണപ്പാ. ഇന്ന് സ്വർഗത്തിൽ നിന്ന് കാറ്റ് ഊതട്ടെ, ഹല്ലേലൂയ. ആ കൊടിയ കാറ്റ് ഊതുകയാണ്, ഹല്ലേലൂയ. അതെ ഹല്ലേലൂയ ഹല്ലേലൂയ. പെട്ടെന്ന് കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു, ഹല്ലേലൂയ. അതെ ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിന് പകരും, ഹല്ലേലൂയ. അതേ പരിശുദ്ധാത്മാവിനെ പകരുവാൻ സ്വർഗം ഇന്ന് ആശയോടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കൊതിയുണ്ട് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് നിറയപ്പെടണമെന്ന്. സ്വർഗത്തിന്റെ കൊടുങ്കാറ്റ് നമ്മുടെ മേൽ അടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ അധികാരങ്ങൾ, ഹല്ലേലൂയ 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 അപ്പാ, ഹല്ലേലൂയ. അവിടുത്തെ അവിയിലെ കാറ്റ് ഞങ്ങളുടെ മേൽ അടിക്കണമേ, ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് വായിച്ച് കേൾക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ഹല്ലേലൂയ ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചത്? ഹല്ലേലൂയ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, അതേ യേശുവിന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു, ഹല്ലേലൂയ. പിതാവാം ദൈവം യേശുവിന്റെ നാമത്തിൽ നാം എന്തപേക്ഷിച്ചാലും, ഹല്ലേലൂയ, ആ പിതാവാം ദൈവം കേൾക്കും. പ്രിയപ്പെട്ടവരെ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും പിതാവാം ദൈവം കേൾക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ പറയാമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുവിന്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് എന്തപേക്ഷിച്ചാലും ഹല്ലേലൂയ, ഓ പിതാവാം ദൈവം കേൾക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അത് മാത്രമല്ല, ഹല്ലേലൂയ, എന്താണ് നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു, ഹല്ലേലൂയ. ആ അപേക്ഷ നമ്മൾ എന്തപേക്ഷിച്ചാലും അത് നമുക്ക് ലഭിച്ചു എന്നും കൂടി, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ? യേശുവിനോട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് എന്തപേക്ഷിച്ചാലും ഹല്ലേലൂയ അവൻ കേൾക്കും. പ്രിയപ്പെട്ടവരെ, ആ കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിന് പരിഹാരം കൂടി, ഹല്ലേലൂയ. അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു, ഹല്ലേലൂയ. എന്താണ് നാം വായിച്ചു കേട്ടത്? This is the confidence we have in approaching God, that if we ask anything according to His will, He hears us. Whatever we ask, we know that we have what we asked for Him. അതെ പ്രിയപ്പെട്ടവരെ, എന്താണ് അപ്രോച്ച് ചെയ്യാൻ? ഹല്ലേലൂയ. കോൺഫിഡൻസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ ദൈവത്തിന്റെ അരികിലേക്ക്, ഹല്ലേലൂയ.
നല്ല കോൺഫിഡൻറ്റോടെ, നല്ല ധൈര്യത്തോടെ യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ അരികിലേക്ക് കിടന്നു ചെല്ലാം പ്രിയപ്പെട്ടവരെ. സ്വർഗരാജ്യത്തിലേക്ക് കിടന്നു ചെല്ലാം പ്രിയപ്പെട്ടവരെ. ആ പിതാവാം ദൈവം ഇരിക്കുന്ന സ്ഥലത്തേക്ക് കിടന്നു ചെന്ന് ഈ പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നത് എല്ലാം ഹല്ലേലൂയ അവൻ നമുക്ക് തരും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഈ സമയം നിങ്ങൾക്ക് പിതാവിന്റെ അരികിലേക്ക് കടന്നു ചെല്ലാം. ഹല്ലേലൂയ. അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആ അപ്പൻ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ മകനെ കെട്ടിപ്പിടിച്ച് ഹല്ലേലൂയ ഉമ്മവച്ച് ഹല്ലേലൂയ അവന് പുതിയ വസ്ത്രവും ഹല്ലേലൂയ അവന്റെ കൈക്കലിയിക്കാൻ മോതിരവും തരുന്നവനായ ഒരു അപ്പൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മകനെ മകളെ, നീ ഏത് അവസ്ഥയിൽ കിടന്നാലും ഹല്ലേലൂയ, ഏത് പന്നിക്കുഴിയിലാ കിടക്കുന്നതെങ്കിലും, ഏത് ചേറ്റുകുഴിയിലാണ് നീ കിടക്കുന്നതെങ്കിലും ഹല്ലേലൂയ അവിടെ നിന്ന് നിനക്ക് ഓടിച്ചെല്ലാം. ഹല്ലേലൂയ. തന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ച് നിനക്ക് ഓടിച്ചെല്ലാം. ഹല്ലേലൂയ. ആ അപ്പന്റെ ഭവനത്തെ കുറിച്ച് നിനക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. അത് അപ്പന്റെ ഭവനം സ്വർഗരാജ്യമാണ് പ്രിയപ്പെട്ടവരെ. ആ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം പ്രിയപ്പെട്ടവരെ. നിന്റെ എത്ര മുഷിഞ്ഞ വസ്ത്രമാണെങ്കിലും അവൻ തന്റെ ദൂതന്മാരെ അയക്കും. ഹല്ലേലൂയ. ആ മുഷിഞ്ഞ വസ്ത്രമെല്ലാം മാറ്റി ഹല്ലേലൂയ നിന്റെ തേജസ്സിന്റെ അങ്കി അണിയിക്കും. ഉത്സവ വസ്ത്രം നിന്നെ ധരിപ്പിക്കും. കല്യാണ വസ്ത്രം നിന്നെ ധരിപ്പിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നിന്റെ നീതി വസ്ത്രം ധരിപ്പിക്കും. നിന്റെ വസ്ത്രം ഇന്ന് മുഷിഞ്ഞിരിക്കുകയാണോ, കറപറ്റിയിരിക്കുകയാണോ? ഹല്ലേലൂയ. അപ്പൻ നിങ്ങളെ കഴുകും പ്രിയപ്പെട്ടവരെ. അവന്റെ പരിശുദ്ധമാർന്ന രക്തം ഹല്ലേലൂയ അവന്റെ ഹൃദയം പൊട്ടിയൊഴുകിയതായ രക്തത്താൽ കഴുകപ്പെടുവാൻ എത്ര പേർക്ക് കൊതിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ഈ സമയം നമ്മളെ കഴുകട്ടെ. ഹല്ലേലൂയ. ശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ. ഓ, ആ മുടിയൻ പുത്രൻ കിടന്നു ചെന്നപ്പോൾ, അപ്പന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ, ഓ അപ്പൻ എഴുന്നേറ്റ് നിന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, നമ്മുടെ ഓരോരുത്തരെയും മാനസാന്തരം നടക്കട്ടെ പ്രിയപ്പെട്ടവരെ. മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരം. ഹല്ലേലൂയ. ഓ, ഒരു കാലത്ത് മാനസാന്തരപ്പെട്ടു എന്നുള്ളതുകൊണ്ട് തൃപ്തിപ്പെടണ്ട, ഇന്നും മാനസാന്തരം വരണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു. അപ്പാ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് സാത്താനോടും അവന്റെ സകല സൈന്യങ്ങളോടും ഞങ്ങൾ യാത്ര പറയുന്നു. ഹല്ലേലൂയ. സാത്താനെ, നിന്നെയും നിന്നിലുള്ള സകല ഭയത്തെയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. യേശുവിനെ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. എത്ര പേർക്ക് കൊതിയുണ്ട് പ്രിയപ്പെട്ടവരെ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ. ഇതുവരെയും കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാത്താനെ ഉപേക്ഷിക്കാം. സാത്താനെ, നിന്നെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്നിലുള്ള സകല വഞ്ചനയെയും ഞാൻ ഉപേക്ഷിക്കുന്നു. മിശിഹായെ, ഞാൻ എൻ്റെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് എത്ര പേർക്ക് നിങ്ങൾക്ക് ഏറ്റുപറയാൻ കഴിയും പ്രിയപ്പെട്ടവരെ? ഈ സമയം നിങ്ങൾ യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. നിങ്ങളുടെ പേര് കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കും പ്രിയപ്പെട്ടവരെ. ഈ ശബ്ദം ഓൺലൈൻ വഴിയായി കേൾക്കുന്നവരെ ഹല്ലേലൂയ, യൂട്യൂബിൽ കൂടി കേൾക്കുന്നവരെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ശബ്ദപരിധിയിൽ നിന്ന് കേൾക്കുന്നവരെ ഹല്ലേലൂയ. കർത്താവിനെ നിങ്ങൾ ഹൃദയം തുറന്ന് സ്നേഹിക്കുക, സ്വീകരിക്കുക. ഹല്ലേലൂയ. അവൻ വാതിക്കൽ നിന്ന് വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അരികിൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന്. ഹല്ലേലൂയ. അതേ, സ്വർഗം ഇന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഇന്ന് പേരെഴുതുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ഇതുവരെ സ്വർഗത്തിൽ ആരുടെയും പേരെഴുതിയിട്ടില്ല എങ്കിൽ ഹല്ലേലൂയ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടുമെന്ന്. ഹല്ലേലൂയ. അതേ, സ്വർഗത്തിൽ ജീവന്റെ പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളുടെ പേരിന് തെളിച്ചെഴുതുന്ന ദിവസമാക്കണമേ അപ്പാ. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ ചെയ്യുന്നതിന് നന്ദി അപ്പാ, നന്ദി അപ്പാ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. യേശു പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് എന്താണ് യേശു പറയുന്നത് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന്. ഹല്ലേലൂയ. ആരാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും ഉറപ്പ് നൽകുന്നത്? ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ് യേശു പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന്. അപ്പൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയത് സമാധാനം തന്നിട്ടാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം.
നമ്മുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടോ എന്ന്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. അതെ, യേശു തരുന്ന സമാധാനം ഏറ്റുവാങ്ങാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിറ്റ് സമാധാനമില്ലാതെ നാം ആദ്യം കേട്ടു ആത്മഹത്യയിലേക്ക് പോകുന്നു എന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഇന്നും നാം പത്രത്തിൽ കണ്ടു, ഒരു ഡോക്ടർ ഇതാ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ പണത്തിനോ പദവികൾക്കോ ഒന്നും തരാൻ പറ്റാത്തതായ സമാധാനം. ഹല്ലേലൂയ. പണത്തിനോ പദവികൾക്കോ, ഹല്ലേലൂയ, നിന്റെ ബാങ്ക് ബാലൻസിനോ തരാൻ പറ്റാത്ത സമാധാനം. ഹല്ലേലൂയ. അതാണ് കർത്താവായ യേശു ക്രിസ്തു നിനക്ക് തരുന്ന സമാധാനം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ യേശു, ഹല്ലേലൂയ, തരുന്ന സമാധാനം ഏറ്റുവാങ്ങാൻ എത്ര പേര് തങ്ങളുടെ ഹൃദയം തുറക്കുന്നു. ഹല്ലേലൂയ. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് പോലെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് പറയുന്ന വേറെ ആരുണ്ട്? ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. 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 അപ്പാ, ഹല്ലേലൂയ, നിന്റെ സമാധാനം ഞങ്ങളുടെ മേൽ ഇന്ന് മഴയായി പെയ്തിറങ്ങട്ടെ അപ്പാ. ഹല്ലേലൂയ. പീസ് ഐ ലീവ് വിത്ത് യു, my peace I give you, I do not give to you as the world gives. Do not let your hearts be troubled and do not be afraid. Hallelujah. അതെ, ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന്. ഹല്ലേലൂയ. നമ്മുടെ യേശു നമുക്ക്, ഹല്ലേലൂയ, സമാധാനം തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് നമ്മുടെ സമാധാനം? യേശുവാണ് പ്രിയപ്പെട്ടവരെ സമാധാനം. നമുക്ക് ചേർന്ന് പാടാം. സന്നിധാനം എന്തോരു സമാധാനം, ആഴലും മനസ്സിന് ആരുളും സുഖദാനം, ആഴലും മനസ്സിന് ആരുളും സുഖദാനം. സന്നിധാനം എന്തോരു സമാധാനം, ആഴലും മനസ്സിലും ആരോടും സുഖദാനം. വേറില്ലൊരാശ്വാസ സ്ഥാനവും വേറില്ലൊരാശ്രയവും, വേറില്ലൊരാശ്വാസ സ്ഥാനവും വേറില്ലൊരാശ്രയവും, മൃത്യുവിലും സമാധാനമെന്റെ ക്രിസ്തുവിൻ സന്നിധാനം, മൃത്യുവിലും സമാധാനമെന്റെ യേശുവിൻ സന്നിധാനം. യേശു സന്നിധാനം എന്തൊരു സമാധാനം, ആഴലും മനസ്സിന് ആരോടും സുഖദാനം, ആഴലും മനസ്സിന് ആരോടും സുഖദാനം. വേദനയേറുന്ന നേരവും സോദരർ മാറുമ്പോഴും, വേദനയേറുന്ന നേരവും സോദരർ മാറുമ്പോഴും, മാറാത്ത സ്നേഹിതനാമേശുവിൻ മാറിൽ ഞാൻ ചാരിടുമേ, മാറാത്ത സ്നേഹിതനാമേശുവിൻ മാറിൽ ഞാൻ ചാരിടുമേ. യേശു സന്നിധാനം എന്തൊരു സമാധാനം,
ആഴലും മനസ്സിന് ആരുളും സുഖദാനം ആഴലും മനസ്സിന് ആരുളും സുഖദാനം. ഹല്ലേലൂയ അപ്പാ, ഹല്ലേലൂയ അപ്പാ. നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ സമാധാനമുള്ളതിന് നന്ദി അപ്പാ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ. യേശുവിന്റെ സമാധാനം നിങ്ങൾ ഹൃദയത്തിൽ പേറുക. സമാധാനമില്ലാത്ത അനേകർക്ക് ഈ സമാധാനം പകർന്നു കൊടുക്കുക. ഹല്ലേലൂയ. യേശു നിങ്ങളെ സമാധാനത്താൽ നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാണ് നിങ്ങൾ നിറയ്ക്കുന്നത്? ഹല്ലേലൂയ. സമാധാനമില്ലാത്തവരായി ലോകത്ത് അനേകരുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ സമാധാനം ഹൃദയത്തിൽ ഇല്ലാത്തവരായി അനേകർ മദ്യത്തിലും മയക്കുമരുന്നിലെല്ലാം ആശ്രയിക്കുന്നു. പുകവലിയിൽ ആശ്രയം കണ്ടെത്തുന്നു. ഒരിക്കൽ സമാധാനം കിട്ടുമെന്ന് കരുതി. ഹല്ലേലൂയ. എന്നാൽ ശാശ്വതമായ സമാധാനം ആരാണ്? ഹല്ലേലൂയ. യേശുവാണ് പ്രിയപ്പെട്ടവരെ സമാധാനം. എത്ര പേർക്ക് കൊതിയുണ്ട് യേശുവാകുന്ന സമാധാനത്തെ എന്റെ ഉള്ളിൽ പേർക്കൊണ്ട് നടക്കണമെന്ന്. ഹല്ലേലൂയ. അവിടെ നിന്ന് നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. അപ്പാ ഞങ്ങളുടെ ഹൃദയം തുറക്കുകയാണപ്പാ. ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ തുറക്കുകയാണ്. ഹല്ലേലൂയ. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഇന്ന് ദൈവിക സമാധാനം നിറയുകയാണ്. ഹല്ലേലൂയ. ഓ ഇന്ന് അവർ ഇരുന്നിരുന്ന ആ വീട് മുഴുവനും നിറച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് കൊടുങ്കാറ്റ് പോലെ സമാധാനം പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ അപ്പാ. ഹല്ലേലൂയ. കർത്താവേ ഇന്ന് സമാധാനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. സ്വർഗീയ സമാധാനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ അപ്പാ. ഹല്ലേലൂയ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകത്തിന് തരാൻ പറ്റാത്ത സമാധാനം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം കലങ്ങുവാൻ നാം സമ്മതിക്കരുത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഭ്രമിക്കരുതെന്ന്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ഹൃദയം കലങ്ങിയാണോ ഇരിക്കുന്നത്? ഹല്ലേലൂയ. ഓ ഇന്ന് ചെളിവെള്ളം പോലെ. ഹല്ലേലൂയ. ഹൃദയം കലങ്ങിയാണോ ഇരിക്കുന്നത്? അപ്പം പറയുകയാണ് കലങ്ങരുതെന്ന്. ഹല്ലേലൂയ. അപ്പാ ഞങ്ങളുടെ ഈ കലങ്ങിയതായ ഹൃദയം, അപ്പാ ഭാരങ്ങളുള്ള ഹൃദയം, വേദനകളുള്ള ഹൃദയം കർത്താവേ അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവേ മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. ഹല്ലേലൂയ. ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം തരാമെന്ന്. ഹല്ലേലൂയ. യേശുവപ്പൻ ഇന്ന് പുതിയ ഹൃദയം തരികയാണ്. ഞാൻ പുതിയൊരു ഹൃദയം, പുതിയൊരാത്മാവിനെയും ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കാമെന്ന് വാഗ്ദത്തം പറയുന്നു. അതിനപ്പന്റെ കൈകൾ നീട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. മകനെ മകളെ നിന്റെ ഹൃദയം അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. അപ്പാ ആയിരിക്കുന്ന പ്രകാരം ഞങ്ങളുടെ ഹൃദയങ്ങൾ. ഹല്ലേലൂയ. അപ്പാ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ അപ്പാ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ഹല്ലേലൂയ. അപ്പാ ഞങ്ങൾക്ക് പുതിയൊരു ഹൃദയം തന്നെ, പുതിയൊരു ആത്മാവിനെ പകർന്നു തന്നപ്പാ എന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പാ ഈ സമയം എത്രയും അവർ നിങ്ങളോട് ചന്തമായി ഇടപെട്ടതിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. തീയുടെ വചനം ഞങ്ങൾക്ക് തന്നതിന് നന്ദി. സ്വർഗത്തിന്റെ അധികാരത്തിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. അപ്പാ ഇന്ന് സ്വർഗത്തിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥത അടയ്ക്കുന്നതിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമാധാനത്തിന്റെ പ്രഭുവായ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ ഞങ്ങളുടെ മേൽ ഊതുന്നതിന് നന്ദി. ഹല്ലേലൂയ. കൊടുങ്കാറ്റായി അവിടുന്ന് ഞങ്ങളുടെ മേൽ പറന്നിറങ്ങണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. അവിടെ ഈ സമയം പറന്നിറങ്ങി ഞങ്ങൾ വസിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ. 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 ഓ അപ്പാ അവിടുത്തെ നാമത്തിൽ ഹല്ലേലൂയ നിന്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഓളം പെട്ടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ അപ്പാ. ഹല്ലേലൂയ. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദേശത്തിന്റെ മേൽ ഊതണമേ. ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികളിന്മേൽ ഊതിയ കാറ്റേ. ഹല്ലേലൂയ. ഊതണമേ. ഹല്ലേലൂയ. യേശുവേ. ഹല്ലേലൂയ. ഓ ഞാൻ പിതാവിനോട് അപേക്ഷിക്കും. ഹല്ലേലൂയ. നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന്. ഹല്ലേലൂയ. കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ. ഹല്ലേലൂയ. കൊടുങ്കാറ്റായി എന്ന് പെന്തക്കോസ്താനിൽ ഇറങ്ങിയതുപോലെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ അപ്പാ. ഹല്ലേലൂയ. ഓ ഞങ്ങളുടെ ശരീരത്തിൽ ഇറങ്ങണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ആത്മാവിലും ഇറങ്ങണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളായി ഞങ്ങൾ മാറട്ടെ അപ്പാ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് കൈപ്പണിയായതിൽ വസിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. അവിടുന്ന് കൈപ്പണിയായ ദൈവാലയങ്ങളിൽ വസിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അവിടുന്ന് കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. ഹല്ലേലൂയ. ഓ നിങ്ങളാകുന്നു അപ്പന്റെ മന്ദിരം. ഹല്ലേലൂയ. നമ്മളെ മന്ദിരമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് കൊതിയുണ്ട് സ്വർഗത്തിലെ ആലയങ്ങളായി മാറണമെന്ന്. ഹല്ലേലൂയ. ഈ സമയം നിങ്ങൾ എത്ര പേർ കൊതിക്കുന്നു? ഹല്ലേലൂയ. നമ്മുടെയാണ് സ്വർഗത്തിലെ ദൈവം മന്ദിരങ്ങളാക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. അപ്പാ ഞങ്ങൾ നിന്റെ ആലയങ്ങളാക്കി മാറ്റണമേ. ഹല്ലേലൂയ. അപ്പാ നിന്റെ തേജസ് ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും മുടി തൊട്ട് അടിവരെയും ഓരോ കോശങ്ങളുടെ മേലും. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ തേജസ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. തേജസ്സേറിയ ഒരു അഭിഷേകം ഇന്ന് ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. അപ്പാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ യേശു ഹല്ലേലൂയ. അപ്പാ ഹല്ലേലൂയ. അപ്പാ അവിടുന്ന് തന്റെ പിതാവിനോട് യാചിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ പകരുകയാണ്. ഹല്ലേലൂയ. അപ്പാ ഇന്ന് പകരുന്ന ആത്മപകർച്ചയ്ക്കായി നന്ദി കർത്താവേ. സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് കൊടുങ്കാറ്റായി ഇറങ്ങി വരുന്നതിന് നന്ദി. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ചെറിയവരുടെ മേലും വലിയവരുടെ മേലും അപ്പാ നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഈ ശബ്ദപരിധിക്കുള്ളവരുടെ മേൽ, ഇരിക്കുന്നവരുടെ മേൽ. ഹല്ലേലൂയ. ഈ വാക്കുകൾ കേൾക്കുന്നവരുടെ മേൽ അപ്പാ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ജീവിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ. ആത്മാവിന്റെ നിറവിൽ ഞങ്ങൾ നിൽക്കട്ടെ. ഹല്ലേലൂയ. ആത്മനിറവിൽ ഞങ്ങൾ വേല ചെയ്യട്ടെ അപ്പാ. ഹല്ലേലൂയ. കർത്താവേ, വേലക്കാരെ നീ അഭിഷേകം ചെയ്യണമേ അപ്പാ. ആത്മാവിനെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ നിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഹല്ലേലൂയ ഈ ഭൂലോകെയും പോയി നിന്റെ സാക്ഷികളാകുവിൻ. ഹല്ലേലൂയ. അപ്പാ നിന്റെ കൽപ്പന ഞങ്ങൾ ശിരസായി ഏറ്റെടുക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ അവിടെ ഞങ്ങൾ ചെയ്യുന്നതിന് നന്ദി അപ്പാ. ഞങ്ങളുടെ രോഗികളുടെ മേൽ നിന്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സൗഖ്യമാകുന്ന ദൂതനെ ഇവിടുന്ന് റിലീസ് ചെയ്യണമേ. ഹല്ലേലൂയ. സാമ്പത്തികമായ ഞെരുക്കങ്ങളാൽ വലയുന്നവർക്ക് കർത്താവേ ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായ ചില വഴികൾ തുറന്നു വരട്ടെ അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അപ്പാ കടഭാരങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. കർത്താവേ അപ്പാ ഹോസ്പിറ്റലിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ അപ്പാ ആർക്കെല്ലാം ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കട്ടെ അപ്പാ. ഹല്ലേലൂയ. സൗഖ്യമായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധ മന്ദിരമായി മാറട്ടെ അപ്പാ. നിന്റെ ആലയങ്ങളായി മാറട്ടെ അപ്പാ. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ചെയ്യുന്നതിന് നന്ദി അപ്പാ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി കർത്താവേ. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. ഞങ്ങൾ ഇനി ഒരുമിച്ച് കൂടെ കാണുന്നത് വരെയും ഹല്ലേലൂയ കോഴിത്തിന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ ഓരോരുത്തരെയും പരിപാലിക്കണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കരങ്ങളിൽ മുറുകെ പിടിക്കണമേ അപ്പാ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലപ്പന്റെ ആരാധന ഉള്ളവരായി ഞങ്ങൾ മാറ്റണമേ. അപ്പനെ ആരാധിച്ച് അക്കരനാട്ടിൽ കിടന്നില്ലോ എന്താ പോകണം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്നെ എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടിയങ്ങൾക്കായി ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇത്രയും സമയം ഈ ശബ്ദത്തിൽ പരിധിക്ക് മുമ്പിൽ ഇരുന്ന എല്ലാവരെയും സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാസവും ഒന്നാമത്തെ ഞായറാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയുമാണ് നാം ഇവിടെ കൂടി വരുന്നത്. നിങ്ങളുടെ സ്നേഹിതരെ, നിങ്ങൾ സ്നേഹിക്കുന്നവരെ നിങ്ങൾ കൂട്ടി വരുത്തിയാലും ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും ഇന്നു മുതൽ എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.